എറണാകുളം പെരുമ്പാവൂർ കുറുപ്പംപടി പീഡനക്കേസിൽ കുട്ടികളുടെ അമ്മയെയും പ്രതി ചേർക്കാൻ പോലീസ് നീക്കം. കുട്ടികൾ പീഡനത്തിന് ഇരയായെന്ന വിവരം അമ്മയ്ക്ക് അറിയാമായിരുന്നുവെന്ന് പ്രതി ധനേഷ് പോലീസിന് മൊഴി നൽകി. കുട്ടികളുടെ രഹസ്യമൊഴിയും രേഖപ്പെടുത്തി CWC അഭയകേന്ദ്രത്തിലേക്ക് പിന്നീട് കുട്ടികളെ മാറ്റിയിട്ടുണ്ട്. പ്രതി ധനേഷ് റിമാൻഡിലാണ്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, ഇന്നലെ തന്നെ ചില സംശയങ്ങൾ ഉയർന്നതാണ്. കാരണം ഒരു അമ്മയുടെ അറിവില്ലാതെ അല്ലെങ്കിൽ അമ്മ അറിയാതെ എങ്ങനെ 2 വർഷത്തോളം 8ഉം 10ഉം വയസ്സ് പ്രായമുള്ള പെൺകുട്ടികളെ ഇതുപോലെ ക്രൂരമായി ലൈംഗികമായി ചൂഷണം ചെയ്യാൻ കഴിയുമെന്ന സംശയങ്ങൾ ഉയർന്നതാണ്. പ്രതി ധനേഷ് ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. അമ്മ ഇത് അറിഞ്ഞിട്ടും മറച്ചു വയ്ക്കുന്നു. അമ്മയെ പ്രതി ചേർക്കാൻ പോലീസിന്റെ ഭാഗത്തുനിന്ന് നീക്കമുണ്ടല്ലോ. ഏറ്റവും പുതിയ വിവരങ്ങൾ. അത് തന്നെയാണ് വ്യക്തമാകുന്നത്. ധനേഷ് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഈ അവസാനത്തെ 3 മാസത്തിനുള്ളിൽ താൻ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്ന കാര്യം അമ്മയ്ക്ക് അറിയാമായിരുന്നു എന്ന് തന്നെയാണ് ധനേഷ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. അങ്ങനെയാണ്. അത് മാത്രമല്ല, കുഞ്ഞുങ്ങളുടെ രഹസ്യമൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേ തുടർന്ന് അവരെ CWCയുടെ അഭയ കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുട്ടികളുടെ പരീക്ഷ കഴിഞ്ഞതിന് ശേഷമായിരിക്കും കൂടുതൽ മൊഴിയെടുപ്പും മറ്റ് നടപടിക്രമങ്ങളും ഇക്കാര്യത്തിൽ ഉണ്ടാവുക എന്ന് തന്നെയാണ് കുറുപ്പംപടി പോലീസ് സ്റ്റേഷനിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. അങ്ങനെയാണ്. എന്നിരുന്നാൽ പോലും കഴിഞ്ഞ ദിവസവും ഇങ്ങനെ ഒരു സംശയമുണ്ടായതാണ്. ഈ 2 വർഷക്കാലത്തോളം കുഞ്ഞുങ്ങൾ പീഡനത്തിന് ആയപ്പോഴും അത് അവരുടെ ടീച്ചർ വഴി അല്ലെങ്കിൽ അവരുടെ സഹപാഠിക്കൊരു കുറിപ്പ് നൽകിയപ്പോൾ അത് ടീച്ചർ വഴി കുഞ്ഞുങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് എന്ന് അറിയേണ്ടി വന്നൊരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് അമ്മ ഇത്ര കാലം അത് അറിയാതെ പോയത് എന്നൊരു ചോദ്യം ഇന്നലെ ബാക്കിയായിരുന്നു. അതിൽ വ്യക്തത വരികയാണ്. 3 മാസക്കാലമായി അമ്മയ്ക്ക് അറിയാമായിരുന്നു എന്ന് തന്നെയാണ് ധനേഷ് മുന്നോട്ട് വെക്കുന്ന ധനേഷ് വ്യക്തമാക്കുന്നത്. അങ്ങനെയാണ്. പോലീസിന് നൽകിയ മൊഴി അനുസരിച്ചിട്ട് നമുക്ക് വ്യക്തമാകുന്നത് അങ്ങനെയാണ്. പക്ഷെ ഇതിനകത്ത് ധനേഷിന്റെ ഒരു ക്രൂക്കൽ ബുദ്ധി ഉണ്ടോ എന്നുള്ളൊരു സംശയം പോലീസിനുണ്ട്. ആ കാര്യവും പോലീസ് സൂചിപ്പിക്കാതെ പോലെ. പക്ഷെ അമ്മയ്ക്ക് അറിയാമെന്നുള്ള കാര്യത്തിൽ പോലീസിന് ഇന്നലെ മുതൽ സംശയമുണ്ടായിരുന്നില്ല. പക്ഷേ ഈ കാര്യം കൃത്യമായി അറിഞ്ഞിട്ടും, അതായത് താൻ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്ന കാര്യം കൃത്യമായി അറിഞ്ഞിട്ടും അമ്മ അനങ്ങാതിരുന്നു എന്നുള്ള തരത്തിലുള്ള മൊഴിയാണ് ധനേഷ് പോലീസിന് നൽകിയിരിക്കുന്നത്. അത് അമ്മയെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് താൻ കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ചത് എന്ന് ഇന്നലെ ധനേഷ് പോലീസിന് മൊഴി നൽകിയിരുന്നു. ആ മൊഴി പുറത്തു വന്നപ്പോഴും അങ്ങനെയെങ്കിൽ ഈ കുഞ്ഞുങ്ങൾ പീഡിപ്പിക്കുന്ന വിവരം ആദ്യം അറിയുന്നത് ധനേഷ് പറഞ്ഞിട്ടെങ്കിലും അല്ലെങ്കിൽ പീഡിപ്പിച്ചില്ലെങ്കിൽ പോലും ഞാൻ നിന്റെ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്നു എന്നുള്ള വിവരം ഈ അമ്മയോടായിരിക്കാണ്. പീഡിപ്പിക്കും, ഒഴിഞ്ഞു പോയില്ലെങ്കിൽ എന്ന് ഭീഷണിപ്പെടുത്തേണ്ടുന്ന സാഹചര്യം ഉണ്ടായിട്ടും അത്തരം കാര്യങ്ങളാണ് ധനുഷ് മുന്നോട്ട് വയ്ക്കുന്നത്. ഈ അമ്മയോടായിരിക്കാം ഇയാൾ അക്കാര്യം ആദ്യം ഷെയർ ചെയ്യുക. അപ്പൊ അത്തരം ഒരു സാഹചര്യം കൂടി നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഏറ്റവും സങ്കടകരമായ വാർത്ത? കാരണം 2 ചെറിയ കുട്ടികൾ, അവർക്ക് ചെറിയ പ്രായത്തിൽ അച്ഛനെ നഷ്ടപ്പെടുന്നു. പിന്നീട് അവർക്ക് സംരക്ഷണം നൽകേണ്ടത് അമ്മയായിരുന്നു. ആ അമ്മയുടെ ഭാഗത്തു നിന്നാണ് ഇത്തരം ഒരു വലിയ രീതിയിലുള്ള ഗുരുതരമായിട്ടുള്ള വീഴ്ച അല്ലെങ്കിൽ വലിയൊരു ജാഗ്രത കുറവുണ്ടായെന്ന് മാത്രമല്ല വലിയൊരു കുറ്റം തന്നെയാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ആജ്ഞ, ഏതെങ്കിലും ഇയാളുടെ ഭീഷണിക്ക് വഴങ്ങി ഈ പെൺകുട്ടികളെ അമ്മയ്ക്ക് ഇയാൾക്ക് മുന്നിൽ കാഴ്ചവെക്കേണ്ടി വന്നൊരു സാഹചര്യമായിരിക്കുമോ? അതോ നമുക്കറിയാം ഇവരെങ്ങനെയാണ് സൗഹൃദത്തിൽ, ഈ അച്ഛൻ്റെ മരണത്തിന് ശേഷം ഇയാളുമായി ധനേഷുമായി ഈ കുട്ടികളുടെ അമ്മ സൗഹൃദത്തിലാകുന്നു. അതിനുശേഷം ഈ അമ്മ അറിയാതെ തുടക്കത്തിൽ പീഡിപ്പിക്കുന്നു, പിന്നീട് അമ്മ ഇത് മറച്ചു വെച്ചു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അമ്മ അറിഞ്ഞ ശേഷവും മറച്ചു വെക്കുകയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഇക്കാര്യത്തിൽ നിന്നും. കാരണം ഇയാളുമായുള്ള സൗഹൃദം ഉണ്ടാകുന്നത് തന്നെ ഭർത്താവ് മരിച്ച ശേഷമുള്ള ആശ്രയം, അയാള് ഭർത്താവിനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ഉൾപ്പെടെ സഹായത്തിന് നിന്നൊരാളാണ്. അതിൽ നിന്നുണ്ടായ ഒരു ഇൻഫാക്ച്വേഷനിലൂടെയാണ് ഈ റിലേഷൻഷിപ്പ് തുടർന്നതെന്നാണ് പോലീസ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതിനുശേഷം ഈ അച്ഛൻ മരിച്ചപ്പോൾ ഇയാൾ ഇവരുമായി അടുപ്പം സ്ഥാപിക്കുകയും ഇവരുമായി ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പിലാവുകയും ചെയ്തിരുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ ഈ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. കുറുപ്പംപടി ഭാഗത്ത് ഇവര് വാടകയ്ക്ക് താമസിച്ച് വരുമ്പോൾ രണ്ടാനച്ഛൻ എന്നുള്ള നിലയിലാണ് നാട്ടുകാരെ ബോധ്യപ്പെടുത്തിയതും. ശനിയാഴ്ചയും ഞായറാഴ്ചയും ഇയാൾ ആ വീട്ടിൽ വന്ന് താമസിക്കുന്നു. ഈ ശനിയാഴ്ചയും ഞായറാഴ്ചയും അമ്മ വീട്ടിലില്ലാത്ത സാഹചര്യത്തിൽ, ഇപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാവുന്ന അമ്മ വീട്ടിലില്ലാത്ത സാഹചര്യത്തിൽ തന്നെയാണോ കുഞ്ഞുങ്ങൾ പീഡനത്തിന് ഇരയായത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ശനി ഞായറും ഇയാൾ വീട്ടിൽ വരുമ്പോഴൊക്കെ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുക പതിവായിരുന്നു എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. പെരുമ്പാവൂർ കുറുപ്പംപടി
പീഡന കേസിലാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നത്. ഈ പെൺകുട്ടികളുടെ അമ്മയുടെ അറിവോടെയാണ് പ്രതി ഈ കുട്ടികളെ പീഡിപ്പിച്ചെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഇപ്പോൾ